ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അനുസരണക്കേടിനാൽ പാപത്തിൽ വീണുപോയപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ സ്നേഹവാനായ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ 1:14. അവൻ കാൽവരി ക്രൂശിൽ മുഴു ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി സ്വയം യാഗമായി തീർന്നു. അവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹമാണ് ദൈവം കാൽവരി ക്രൂശിൽ പ്രകടിപ്പിച്ചത്. പ്രിയ സഹോദര, സ്വന്തം ജീവൻ തന്ന് ഇത്രമാത്രം നിന്നെ സ്നേഹിച്ച ഈ യേശുവിനെപ്പോലെ ഇത്ര നല്ലൊരു രക്ഷകൻ വേറെ ആരുള്ളൂ? മതങ്ങളെല്ലാം പറയുന്നു മനുഷ്യർ പാപികളാണെന്ന്. എന്നാൽ പ്രിയ സഹോദര, പാപപരിഹാരത്തിനായി നീ ഇനി ഒരു കർമ്മവും ചെയ്യേണ്ട. യേശു നിൻ്റെയും കൂടെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ച് ഉയർത്തത്. യേശു എൻ്റെയും കൂടെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ച് ഉയർത്തതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ റോമർ 5:8. അന്ത്യന്യായവിധിയിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കും. മർക്കോസ് 16:16. ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര സത്യമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നിലകൊള്ളുമ്പോൾ, സഹോദര, നീ ഇത് അവഗണിക്കുന്നുവെങ്കിൽ അന്ത്യന്യായവിധിയിൽ നീ നിശ്ചയമായും നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. വെളിപ്പാട് 20:15. ആകയാൽ പ്രിയപിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ഇത്ര വലിയ രക്ഷയെ നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. നാളെ നീ ലോകത്തിൽ കണ്ടിടുമോ ആർക്കറിയാം. ഇന്നു തന്നെ നിങ്ങൾ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാനമേറ്റ് യേശുവിനോട് ചേരൂ. അപ്പോസ്തലപ്രവൃത്തികൾ 2:38. നിന്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും യേശു അതിന് പരിഹാരം വരുത്തിത്തരും. ലോകത്തിലെല്ലാവരും നിന്നെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും വെറുത്താലും യേശു ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇനിയുള്ള ജീവിതം യേശുവിനോടൊത്ത് ജീവിച്ച് ഇഹത്തിലും പരത്തിലും ദിവ്യ സമാധാനം അനുഭവിക്കൂ.